ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദേവിയുടെ ആരാധനയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ശ്രീനാരായണ മഹർഷി ഉണ്ടല്ലോ നമ്മുടെ, അദ്ദേഹം ഓരോന്നോരോന്ന് ചോദിച്ചു കൊടുക്കുക. നാരായണന്മാരിൽ നാരായണനോരൊന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അങ്ങനല്ലേ ഇപ്പൊ നടക്കുന്നത്. അപ്പൊ നാരായണ ഋഷിയോട് വീണ്ടും ചോദിക്കുകയാണ് ആര്? ശ്രീ നാരദ മഹർഷി. ഋഷിയെ, അതായത് മഹർഷിയെ, ദേവി പൂജ ഏത് വിധമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ? ദേവി എപ്രകാരമാണ് ആരാധിക്കേണ്ടത്? എങ്ങനെ ആരാധിച്ചാലാണ് പരമപദമായ പദം ലഭിക്കുക? ഏത് തരത്തിൽ ആരാധിച്ചാലാണ് ഈ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറാൻ പറ്റുക എന്നൊന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. അപ്പോ ദേവീ പൂജയെ പറ്റി ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം. ഈ വിശ്വം എന്നുണ്ടായോ അന്ന് മുതൽക്ക് തന്നെ ആ പരാശക്തിയെയും ജനങ്ങൾ ആരാധിച്ചു തുടങ്ങി. ഇനി പൂജാവിധിയെ പറ്റി പറയാം. ദേവിയെ പ്രതിപദത്തിൽ നെയ്യ് കൊണ്ട് പൂജ ചെയ്ത് ബ്രാഹ്മണർക്ക് ദക്ഷിണ സമർപ്പിച്ചാൽ രോഗമില്ലാതാവും. വിധിയിൽ ശർക്കര നിവേദിച്ച് ശർക്കര തന്നെ ദക്ഷിണയും സമർപ്പിക്കണം. അവൻ ദീർഘായുസ് നേടുന്നാണ് പറയുന്നത്. തൃതീയത്തിലോ പാൽ കൊണ്ട് പൂജിക്കണം. പാലിന് ദക്ഷിണയും ചെയ്യണം. എല്ലാ ദുഃഖങ്ങളും മാറി സന്തോഷമായി കഴിയാമൂലോ. ചതുർത്ഥിയിൽ നെയ്യപ്പം നിവേദിച്ച് ബ്രാഹ്മണൻ അതുതന്നെ ദാനം ചെയ്താൽ എല്ലാ വിഘ്നങ്ങളും അവസാനിക്കുന്നു പറയണം. പഞ്ചമിയിൽ കദളിപ്പഴം നിവേദിച്ച് ബ്രാഹ്മണൻ അതുതന്നെ സമർപ്പിച്ചാൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാവൂത്രേ. ഷഷ്ടിയിൽ തേൻ തന്നെ വേണം. ഷഷ്ടിയിൽ അത് തന്നെ ബ്രാഹ്മണന് നൽകണം, എങ്കിൽ സൗന്ദര്യം വർദ്ധിക്കും. സപ്തമിക്ക് കുളം നിവേദിക്കണം. അത് തന്നെ ബ്രാഹ്മണന് നൽകിയാൽ സങ്കടങ്ങളൊക്കെ അവസാനിക്കും. എന്തെന്നാണോ ദേവിക്ക് നിവേദിക്കുന്നത് അത് തന്നെ ബ്രാഹ്മണനും കൊടുക്കണം എന്നാണ് പറയുന്നത്. അഷ്ടമിയിൽ നാളികേരം നിവേദിച്ച് അത് തന്നെ വിപ്രന് ദാനം ചെയ്യുകയാണെങ്കിൽ പാപങ്ങളൊക്കെ നീങ്ങും. നവമിക്ക് മലർ നിവേദിക്കണം. അത് തന്നെ വിപ്രന് നൽകണം. ദശമിയിൽ കറുത്ത എള്ളാണ് നിവേദിക്കേണ്ടത് കേട്ടോ. അത് തന്നെ വിപ്രന് നൽകിയാൽ നരകത്തെ പേടിക്കേ വേണ്ട. ദേവീ പ്രസാദത്തിന് ഏകാദശിക്ക് തൈര് നിവേദിച്ച് ബ്രാഹ്മണന് നൽകണം. ദ്വാദശിക്ക് അവല് നിവേദിച്ച് അത് തന്നെ ബ്രാഹ്മണന് നൽകണം. ത്രയോദശിക്കാണെങ്കിലോ പയറാണ് നിവേദിക്കേണ്ടത്. എന്നിട്ട് അത് തന്നെ ബ്രാഹ്മണന് കൊടുക്കുക വേണം. ചതുർദശിയിൽ വന്യക്ഷമത നൽകിയാൽ ശിവന് പ്രിയനായി വരും. വെളുത്ത വാവിന് പായസം നിവേദിച്ച് ബ്രാഹ്മണന് നൽകിയാൽ പിതൃക്കൾക്ക് തൃപ്തിയാകും. നമ്മുടെ ഒന്നും പായസമൊന്നും പണ്ടത്തെ ബ്രാഹ്മണന്മാര് കഴിക്കൂലല്ലോ. ആ ദിവസം മുമ്പേ പറഞ്ഞ എല്ലാ നിവേദ്യങ്ങളെ കൊണ്ടും ദേവിയെ പൂജിക്കണം. ഹോമവും ചെയ്യണം, എങ്കിൽ എല്ലാ അരിഷ്ടങ്ങളിൽ നിന്നും മുക്തി നേടാം എന്നാണ് പറയുന്നത്. ഞായറാഴ്ചകളിൽ പായസവും, തിങ്കളാഴ്ച പാലും, ചൊവ്വാഴ്ചയിൽ കദളിപ്പഴവും, ബുധനാഴ്ച നറും വെണ്ണ, വ്യാഴാഴ്ച അതുപോലെ ശർക്കരയാണ് കൊടുക്കേണ്ടത്. വെള്ളിയാഴ്ച പഞ്ചസാര കൊടുക്കണം. ശനിയാഴ്ച പശുവിന്റെ നെയ്യ് നിവേദിക്കണം. ഇനി 27 നക്ഷത്രങ്ങളിൽ നിവേദിക്കേണ്ട ദ്രവ്യങ്ങളെ പറ്റി പറയാം. ഇപ്പൊ ഒരാഴ്ചയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ആ നക്ഷത്രങ്ങളുടെ കാര്യം പറയാമെന്ന് പറയും. നെയ്യ്, എള്ള്, ശർക്കര, പാട, തൈര്, വെള്ളം, ഏണി, ശർക്കര പാവ്, ഗോതമ്പ് കൊണ്ടുള്ള അപ്പം, വത്സൻ, ഘൃതപൂര വട, ഈത്തപ്പഴ ചാറ്, പൂരണം, മധു, അതുപോലെ ചേന, വെല്ലം, മുന്തിരി നീര് ചേർന്ന അവല്, കാരക്ക, ചാരകം, അപ്പം, വെണ്ണ, പയറ്, കൊഴുക്കട്ട, മാതളപ്പഴം എന്നിവയാണ് യഥാക്രമം 27 നക്ഷത്രങ്ങളിൽ നിവേദിക്കേണ്ടത്. ഓരോ നക്ഷത്രത്തിന്റെ ഓരോ ദിവസം പറഞ്ഞു തന്നു. ഇനി വിഷ്കംഭയോഗാദികളിൽ ഏതൊക്കെ നിവേദ്യം കൊണ്ടാണ് ജഗദമ്പയെ പൂജിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതും പറഞ്ഞുതരാം. അതിന്റെ ഫലത്തെ പറ്റിയും പറഞ്ഞുതരാം. ശർക്കര, തേൻ, ഘൃതം, പാല്, തൈര്, മോര്, അപ്പം, വെണ്ണ, വെള്ളരിക്കായ, കുമ്പളക്കായ, മോദകം, ചക്കപ്പഴം, കദളി, ഞാവൽപ്പഴം, നെല്ലിക്ക, പായസം, അവില്, പയറ്, ഇളനീര്, ശർക്കര ചേർത്ത ഗോതമ്പിന്റെ അപ്പം, ചേന എന്നിവയാണ് നിവേദിക്കേണ്ടത് എന്ന് പറയുന്നു. ഇനി കരണങ്ങളിൽ വേണ്ടുന്ന നിവേദ്യങ്ങളെ പറ്റി പറയാം. തേൻകുഴല്, മോദകം, വത്സൻ, അട, ലഡ്ഡു, ഘൃതം, എള്ള്, പാല്, തൈര്, ഇവയാണ് നിവേദിക്കേണ്ട വസ്തുക്കള്. ഇനി പൂജാവിധിയെ പറ്റി പറഞ്ഞു തരാം കേട്ടോ. ചൈത്രമാസത്തെ തൃതീയയിൽ മനുഷ്യർ ഇലിപ്പ പൂമരത്തിന് നെയ്യ് കൊണ്ട് പൂജിക്കുകയും പഞ്ചഗവ്യങ്ങൾ നൽകുകയും വേണം. ഈ പൂജ 12 മാസങ്ങളിലും വെളുത്ത പക്ഷത്തിലെ തൃതീയ തിഥിയിൽ ചെയ്യണം.
ഇനി ഓരോ മാസം എന്തൊക്കെ നിവേദിക്കണമെന്ന് പറയാം. വൈശാഖത്തിൽ ശർക്കര ചേർത്ത് നൈവേദ്യം. ജ്യേഷ്ഠമാസത്തിൽ ദേവീ പ്രീതിക്ക് തേനാണ് വേണ്ടത് കേട്ടോ. ആഷാഢത്തിൽ വെണ്ണ. മധുകത്തിന്റെ നിവേദ്യം. ശ്രാവണ മാസത്തിൽ തൈരും, ഭാദ്രമാസത്തിൽ പഞ്ചസാരയും, അശ്വിന്തിൽ പായസവും, കാർത്തിക മാസത്തിൽ പാലും, മാർഗശീർഷത്തിലോ തേൻ കുഴല്, പൗരുഷത്തിൽ പാലും മോരും തൈരും ചേർത്തതും, മാഘമാസത്തിൽ പശുവിൻ നെയ്യും ഉത്തമമാണ്. ഫാൽഗുനത്തിൽ നാളികേരം. ഇപ്രകാരമാണ് 12 മാസങ്ങളിലും നൈവേദ്യം സമർപ്പിച്ച് ഇലിപ്പാം പൂമരത്തിനെ അർച്ചിക്കണം. ഇനി ദേവിയെ അർച്ചിക്കേണ്ട നാമത്തെ പറ്റി പറയാം. മംഗള, വൈഷ്ണവി, മായ, കാളരാത്രി, ദുരത്യ, മഹാമായ, മാതംഗി, കാളി, പങ്കജവാസിനി, ശിവ, സഹസ്രചരണ, സർവമംഗളരൂപിണി തുടങ്ങിയ 12 നാമങ്ങൾ കൊണ്ട് മധുക പൂജ ചെയ്യണം. സർവാഗ്രഹങ്ങളെയും സാധിക്കാൻ വ്രതാവസാനത്തിൽ ഈ വിധം ദേവിയെ സ്തുതിക്കണം. എങ്ങനെ സ്തുതിക്കണം? സ്തുതിക്കേണ്ട വിധം പറഞ്ഞു തരാം. ദേവി മഹാദേവി മഹാമംഗളരൂപിണി ജഗദ്ധാത്രി മഹേശ്വരി, ഇതാ ഞാൻ നമസ്കരിക്കുന്നു. ദേവി പരാൽപരെ പാപഹന്ത്രി മോക്ഷമാർഗപ്രദായിനി പരമേശ്വരി ജഗത്കർत्री മദദാത്രി മദോന്മത്തേ മഹോന്നതേ മാനഗമ്യേ സൂര്യമണ്ഡലവർത്തിനി ജയ ജയ. യോഗേശ്വരി പ്രാജ്ഞേ പ്രളയാമൃത സന്നിവേ മോഹങ്ങളെ നശിപ്പിക്കുന്ന സുരാസുരപൂജിതേ യമലോകത്തിന്റെ അർത്ഥം തീർക്കുന്ന യമപൂജ്യേ യമാഗ്രജേ യമനെയും സംഹരിക്കുന്ന ദേവി ഞാനിതാ നമസ്കരിക്കുന്നു ജഗദംബികേ. അങ്ങനെ പറയണം. പൂജ കഴിഞ്ഞാൽ എന്താ വേണ്ടെന്നോ? ഈ നാമങ്ങൾ കൊണ്ട് സ്തുതിക്കണം. ഇപ്രകാരം പൂജയും സ്തുതിയും ചെയ്താൽ തൽക്ഷണം അതിന്റെ പുണ്യവും ലഭിക്കും. ദേവി അത്യധികം പ്രീതിപ്പെടുത്തുന്ന ഈ സ്തോത്രം ഉണ്ടല്ലോ, അത് ജപിക്കുന്നവർത്തിന് ആധി വ്യാധി ഒന്നും സ്പർശിക്കൂല. പുരുഷാർത്ഥങ്ങളാണ് ഭക്തൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ദേവി അത് തന്ന് അനുഗ്രഹിക്കും. വിപ്രൻ വേദജ്ഞനായി തീരും. ക്ഷത്രിയനാണെങ്കിലോ വിജയനിശ്ചയാണ്. വൈശ്യൻ ധനികനായി തീരും. ശ്രാദ്ധ സമയത്ത് ഈ സ്തുതി ജപിക്കുകയാണെങ്കിൽ പിതൃക്കൾക്ക് നിത്യ സംതൃപ്തി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞ പൂജ ഉണ്ടല്ലോ, അത് ദേവന്മാരും ചെയ്യുന്നുണ്ട്. ഈ പൂജ ഭക്തിപൂർവം ചെയ്യുന്നവൻ ദേവീ പദം പ്രാപിക്കും. ജഗദംബയുടെ പ്രസാദത്താൽ സർവ അഭിഷ്ടങ്ങളും പ്രാപ്യമായി വരികയും ചെയ്യും. സർവരാലും പൂജനായി തീരുകയും ചെയ്യും. നരകത്തെ ഭയപ്പെടുകയേ വേണ്ട. അയ്യോ ദേവർഷി, ഇനി ഞാൻ ആ ദേവിയുടെ ജഗത ആനന്ദകരമായ മാഹാത്മ്യത്തെ പറഞ്ഞു തരാം. ഇങ്ങനെ ദേവി പൂജാഭേദങ്ങൾ എന്ന 24-ാം അധ്യായം ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചു. അങ്ങനെ 8ാമത്തെ സ്കന്ധവും സമാപിച്ചു. ഇന്നു 9ാം സ്കന്ധം. 9ാം സ്കന്ധത്തിൽ എന്താ പറയണേ? ശക്തി സ്വരൂപ വർണ്ണനയാണ്. ശ്രീ നാരായണ മഹർഷി പറയാൻ തുടങ്ങി. അല്ലയോ നാരദ, ശ്രീനാരദ മഹർഷി, സൃഷ്ടികാലത്ത് ദേവി 5 രൂപങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. അതൊക്കെ ദുർഗ, രാധ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി. ഇവരാണ് മൂലപ്രകൃതികളായ ദേവിമാര്. അപ്പൊ നാരദൻ ചോദിക്കുന്നു, എന്താ ചോദിക്കുന്നേ? ജ്ഞാനശ്രേഷ്ഠ, ദേവി ഇപ്രകാരം 5 രൂപമായി ജന്മമെടുത്തത് എന്തിനാണ്? ഇവരുടെ കഥകളും അവരെ പൂജിക്കേണ്ട വിധികളും അവരൊക്കെ എവിടെയാണ് ജനിച്ചതെന്നും പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നാരദർഷേ, ആ പ്രകൃതിയുടെ ചരിതങ്ങൾ പറയുവാൻ ആർക്കെങ്കിലും സാധ്യമാണോ? എന്റെ അച്ഛനുണ്ടല്ലോ ധർമ്മരാജാവ്, അദ്ദേഹം പറഞ്ഞത് കേട്ടത് ഞാൻ പറയാം. പ്രകൃതി എന്നാൽ എന്നത് പ്രകൃഷ്ടവും കൃതി എന്നത് സൃഷ്ടി എന്നും പറയാം. സൃഷ്ടികർമ്മത്തിൽ സാമർഥ്യമുള്ളവൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവളെ പ്രകൃതി എന്ന് കീർത്തിക്കുന്നു. ആ ശബ്ദം കൊണ്ട് സത്വഗുണത്തെയും, ശബ്ദം കൊണ്ട് ശബ്ദം കൊണ്ട് രജോ ഗുണത്തെയും, തമോ ഗുണത്തെയുമാണ് കാണിക്കുന്നത്. ഇപ്പൊ പ്രകൃതി ആയില്ലേ? അതുകൊണ്ട് തന്നെ പ്രകൃതിയെ ത്രിഗുണാത്മിക എന്ന് പറയുകയും ചെയ്യാം. നമുക്ക് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്നവളെ പ്രകൃതി എന്ന് വിളിക്കുകയും ചെയ്യാം. സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമാത്മാവ് 2 രൂപം കൈക്കൊണ്ടു. ഒന്ന് പരമ്പുമാനും മറ്റേത് പ്രകൃതിയും. തീയും ചൂടും പോലെ അവർ ഒന്നായി നിൽക്കുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവിനെ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹമുണ്ടായപ്പോൾ മൂലപ്രകൃതിയായ ശിവയും ഉണ്ടായി. ആ ആഗ്രഹം ഉണ്ടായപ്പോഴാണ് മൂലപ്രകൃതി 5 രൂപം കൈക്കൊണ്ടത്. ഏതാണ്? ഗണേശന്റെ അമ്മയായ ദുർഗ, ശിവ, ശിവരൂപയും ശിവപ്രിയയും നാരായണിയും മഹാമായയും പൂർണ്ണ ബ്രഹ്മസ്വരൂപിണിയുമാണ് ആര്? ദുർഗ.
മനുക്കളും മുനിമാരും തുടങ്ങി സർവരാലും സ്തുതിക്കപ്പെടുന്ന ആ ദേവി പരമ തേജസ്വിയാണ് കേട്ടോ. പരമേശ്വരന്റെ ശക്തിയുമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സർവശക്തിയുമാണ് ആ ദേവി. വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന ദുർഗയുടെ ഗുണം വർണ്ണനാതീതമാണ്. എന്നാൽ ഞാൻ ചുരുക്കിയേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ലക്ഷ്മിയെ പറ്റി പറയാം. ആ ദേവി പത്മജയാണ്, സത്വഗുണമൂർത്തിയാണ്, സർവൈശ്വര്യങ്ങൾക്കും അധിഷ്ഠാന ദേവതയാണ്. കാമക്രോധാദി ദോഷങ്ങൾ തൊട്ട് തീണ്ടാത്തവളാണ്. പതിവ്രതകളിൽ ശ്രേഷ്ഠയാണ് അമ്മ. പതിഭക്തയാണ്, ഭക്തപരായണയാണ്, പ്രിയം മാത്രം പറയുന്നവളാണ്. ശ്രീലക്ഷ്മിയായി വൈകുണ്ഠത്തിൽ പതിശുശ്രൂഷ ചെയ്യുന്ന ദേവിയാണ്. സ്വർഗത്തിൽ സ്വർലക്ഷ്മിയായും രാജാക്കന്മാരിൽ രാജലക്ഷ്മിയായും ഗൃഹങ്ങളിൽ ഗൃഹലക്ഷ്മിയായും ശോഭിക്കുന്നത് ഈ ജഗദംബിക തന്നെയാണ്. ചരാചരങ്ങളെ കാന്തിരൂപിണിയായും പുണ്യവാന്മാർക്ക് സൽകീർത്തിയായും അവൾ വിരാജിക്കുന്നു. അവൾ വേദോക്തയും സർവരാലും വന്ദിക്കപ്പെടുന്നവളും സർവർക്കും സമ്മതയുമാണ്. ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ സരസ്വതി ദേവിയെ പറ്റി പറഞ്ഞു തരാം കേട്ടോ. അവള് വിദ്യാസ്വരൂപിണിയാണ്. അത് സരസ്വതി നമുക്കറിയില്ല. അത് ആ ദേവി മനുഷ്യർക്ക് കവിത്വവും ബുദ്ധിയും ജ്ഞാനവും പ്രദാനം ചെയ്യുന്നു. സിദ്ധാന്തങ്ങളെ പറ്റി വിസ്തരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവളാണ് ആ ദേവി. എല്ലാ സംശയങ്ങളെയും നിവാരണം ചെയ്യുന്നവളാണ് ദേവി. ചിന്തിപ്പിക്കുകയും ഗ്രന്ഥം രചിപ്പിക്കുകയും ചെയ്യുന്ന മഹേശ്വരിയാണ് ദേവി. വീണ പുസ്തകധാരിണിയാണ് കേട്ടോ. വിഷയജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന വാക്സ്വരൂപിയാണ്. വീണ പുസ്തകധാരിണിയാണ് പറഞ്ഞല്ലോ. താപസന്മാർക്ക് തപഫലത്തെ കൊടുക്കുന്നവളാണ്. ഒരു കർമ്മം ചെയ്തതിന്റെ ഫലം വേണ്ടേ, അത് ദേവി കൊടുക്കും. വേദങ്ങൾ വാഴ്ത്തുന്ന മൂന്നാമത്തെ പ്രകൃതിയും കൂടിയാണ് അവൾ. ഇനി ഞാൻ സാവിത്രി ദേവിയെ പറ്റി പറയാം. സന്ധ്യാവന്ദന മന്ത്രങ്ങൾക്കും തന്ത്രങ്ങൾക്കും ഛന്ദസ്സുകൾക്കും 4 വർണ്ണങ്ങൾക്കും മാതൃസ്വരൂപിണിയുമാണ് കേട്ടോ. ഗായത്രിയാണ്, സാവിത്രിയാണ്, ബ്രഹ്മവല്ലഭയുമാണ്, വെള്ളപ്പളുങ്കിന്റെ ശോഭയുള്ള സത്വസ്വരൂപിണിയാണ്. ആരുടെ പാദധൂളി കൊണ്ട് വിശ്വം പവിത്രമാകുന്നുവോ ആ സാവിത്രി ദേവി പരബ്രഹ്മസ്വരൂപിണിയാണ്. 4ാമത്തെ മൂലപ്രകൃതിയായ സാവിത്രി ദേവി ബ്രഹ്മ തേജശക്തിമയാണ്. എന്താ അറിയേണ്ടത്? 5ാമത്തെ മൂലപ്രകൃതിയായ രാധയെ പറ്റി പറഞ്ഞു തരാം. ആ ദേവി കൃഷ്ണന് പ്രാണാധിക പ്രിയയാണ്. രാധാദേവി പഞ്ചപ്രാണങ്ങൾക്ക് നാഥയാണ് അമ്മ. പതിവ്രതാരത്നമാണ്. രാസാവാസ നിവാസിനിയും സുരസികയും രാസക്രീഡാധിനായികയുമാണ്. ജഗദംബികയാണ്. ഗോലോകവാസിയും ഗോപസ്ത്രീകൾക്ക് അമ്മയുമാണ് അവൾ. പണ്ട് വരാഹകൽപ്പത്തിൽ ഋഷഭാനുവിന്റെ മകളായി ജനിച്ച് തന്റെ പാദസ്പർശം കൊണ്ട് ഭൂമിയെ ശുദ്ധീകരിച്ചവളാണമ്മ. കൃഷ്ണന്റെ വക്ഷസിലെ മാണിക്യക്കല്ലായ ദേവിയുടെ കാൽത്താരിൽ നഖദ്യുതി കാണാൻ വിധി ഒരുപാട് കൊല്ലം തപസ് ചെയ്തു. ആ രാധാദേവിയെ പത്മജൻ വൃന്ദാവനത്തിൽ വെച്ചാണ് പിന്നെ കണ്ടത്. ആ ദേവിയാണ് 5ാമത്തെ രൂപമായ രാധാറാണി. പ്രകൃതി ദേവിയുടെ 5 അംശങ്ങളായി പിറന്നവരാണ് ഈ 5 പേരും. ദേവിയുടെ പൂർണ്ണാവതാരങ്ങളാണ് അവർ. ഇനി അവരുടെ അംശഭൂതമായി അവതരിച്ച ദേവിമാരെ പറ്റി പറയാം. അതിൽ പ്രധാന അംശജാതയാണ് ത്രിഭുവനങ്ങളെ പരിശുദ്ധമാക്കുന്ന ഗംഗ. വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച് ആ ദേവി സനാതനിയാണ്. പാപികളുടെ പാപമാകുന്ന ഇന്ധനത്തെ, വിറകിനെ ദഹിപ്പിക്കുന്ന അഗ്നിസ്വരൂപിണിയുമാണ്. എല്ലാ തീർത്ഥങ്ങളിലും വെച്ച് അത്യുത്തമയാണ് അവൾ. ശംഭുവിന്റെ ജടയാകുന്ന മേരുവിൽ മുത്തുമാല പോലെ ലസിക്കുകയാണ് അവൾ. ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ ഒന്ന് സ്പർശിച്ചാൽ മതി, കുറച്ച് സേവിച്ചാൽ മതി, സർവ്വ ഐശ്വര്യങ്ങളെയും കാലാന്തരത്തിൽ മോക്ഷവും തന്നെ അനുഗ്രഹിക്കുന്നു പറയണം. വിഷ്ണുപ്രിയയായ തുളസിയാണ് അടുത്ത പ്രധാന അംശജ. വിഷ്ണുവിന് ഭൂഷണമായ ആ ദേവി വിഷ്ണുവിന്റെ പാദത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതും. പൂജാപുഷ്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠയാണ് തുളസി. മോക്ഷേശ്വകൾക്ക് മോക്ഷപ്രദായിനിയാണ്. ഭാരതീയർക്ക് കൽപ്പവൃക്ഷത്തിന് സമമായവളാണ് തുളസി. അത്രമാത്രം പരിശുദ്ധിയാണ് തുളസി ദേവി. ഇനിയും കുറേ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് നാളെ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പറയാമെന്ന് വിചാരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.